ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് നമുക്കൊപ്പം. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു സ്വപ്നം പോലെയാണ് പലതും തോന്നുന്നത്. എൻ്റെ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. അവർ സാധാ കർഷകരായിരുന്നു. അന്ന് ജോലിയും കൂടെ ചെയ്തുകൊണ്ടാണ് പഠനം പൂർത്തിയായത്. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് ഒരു മാസത്തേക്ക് നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. പല ജോലികൾക്കും പോയിട്ടുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ ആദ്യ തവണ UDF സർക്കാർ വരികയാണ്. അതെ. അപ്പോൾ ആ സർക്കാരിൽ തന്നെ മന്ത്രിസ്ഥാനം കിട്ടുന്നു. എല്ലാവർക്കും അത് എല്ലായ്പ്പോഴും നടക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇഷ്ട വകുപ്പ് കിട്ടിയ ഒരാളാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഒന്നാമത് പറയാവുന്ന ആൾ റോജിയാണെന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെ ചീഫ് മിനിസ്റ്റർ ഒരു പ്രൊറോഗേറ്റീവ് ആണല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് റോജി ഉന്നത വിദ്യാഭ്യാസം എടുക്കണം. ഞാൻ റോജിയെ പോലെ ഒരാളെയാണ് ഞാൻ അവിടെ കാണുന്നത്. കേരളത്തിലൊരു വിചിത്രമായ കാര്യം, കേരളത്തിലെ സർവകലാശാലയുടെ VCയെ നിയമിക്കുന്നതിന് ഒരു ജാതി സമവാക്യമുണ്ട്. സർവകലാശാലകളിലെ ഇത്തരം നിയമനങ്ങളിൽ ഒറ്റ മാനദണ്ഡം ക്വാളിറ്റി മാത്രമായിരിക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ പല ക്യാമ്പസുകളിൽ നിന്നും ഇപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായി രാഷ്ട്രീയം അസ്തമിച്ചു പോകുന്നു. ഈ രാഷ്ട്രീയം ക്യാമ്പസുകളിൽ നിന്നും മാറുമ്പോൾ ആ സ്പേസിലേക്ക് കടന്നു വരുന്നത് ജാതി മത വർഗീയ സംഘടനകളൊക്കെ അവിടെ കടന്നു വരികയാണ്. സാധാരണ UDF സർക്കാരുകളിലൊക്കെ ഈ വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൻ്റെതാണ്. ഇതിനെല്ലാം അപ്പുറത്ത് നമ്മളിതിനെ കാണുന്നത് ഇത് കോൺഗ്രസിൻ്റെ മന്ത്രിയെന്നോ അല്ലെങ്കിൽ ലീഗിൻ്റെ മന്ത്രിയെന്നോ RSPയുടെ മന്ത്രിയെന്നോ നിലയിലല്ലല്ലോ ഇതിനെ.